ഒരുപാട് ലൊക്കേഷനുകളൊക്കെ ഫിക്സ് ചെയ്തിരുന്നതാണ്. നമ്മൾ ഇവിടെ അതിൻ്റെ പെർമിഷന് കൊടുത്തിരുന്നു. ഒരുപാട് നാളുകൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഈ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ പുസ്തകം ബാൻ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്ന അനാവശ്യമായ പ്രപഗണ്ഡകൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിത്രത്തിലെ വില്ലനും ഒമാനി താരവുമായ താലിബ് അൽ ബലൂഷിയെ കുറിച്ച് ബ്ലസ്സിയുടെ കമന്റ് ഇങ്ങനെ: ഐ തിങ്ക് ഹി ഈസ് ലൈക്ക് എ തിലകൻ ഇൻ മലയാളം ഫിലിം. ചിത്രത്തിന് ഓസ്കാർ ലഭിക്കുമോ എന്ന ചോദ്യത്തിന് കോടികൾ ചെലവുള്ള ഏർപ്പാടാണ് ഇതെന്നായിരുന്നു ബ്ലസ്സിയുടെയും താലിബ് അൽ ബലൂഷിയുടെയും പ്രതികരണം. ഒമാൻ ഫിലിം സൊസൈറ്റിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും താരങ്ങളും. ബ്ലസ്സിക്കും അൽ ബലൂഷിക്കുമൊപ്പം നടൻ ഗോകുൽ, ഗായകൻ ജിതിൻ രാജ്, ഒമാനി ഗായകൻ ജാഹദ് അൽ അറൈസി, ഒമാനി നടനും സംവിധായകനുമായ മുനീർ തുടങ്ങിയവരും പങ്കെടുത്തു. സൗദിയിലും കുവൈറ്റിലും ചിത്രത്തിന്റെ പ്രദർശനത്തിനുള്ള ശ്രമം തുടരുകയാണെന്നും ഇവർ വ്യക്തമാക്കി. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.